രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അടുക്കളയുടെ അവസ്ഥ എങ്ങനെയാണ് കേട്ടോ. അതിന് കാരണമുണ്ട്. ഞാൻ ഏറ്റവും കോൺസെൻട്രേഷൻ കൊടുക്കണം തന്നെ കുട്ടികൾക്ക് കറക്റ്റ് സമയത്ത് ഭക്ഷണം കൊടുത്തയക്കും. പിന്നെ അവർക്ക് കഴിക്കാനും കിട്ടണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പാത്രങ്ങളൊക്കെ അങ്ങനെ വലിച്ചു വാരിയിട്ടുണ്ട് കേട്ടോ. അതൊന്നും എടുത്തു വയ്ക്കാനൊന്നും ഉള്ളതുണ്ടായിരുന്നില്ല. പിന്നെ അവർ പോയി കഴിഞ്ഞിട്ടാണ് എല്ലാവരും സാവധാനത്തിൽ ചെയ്യുക. അപ്പോൾ അതാ നമ്മുടെ അടുപ്പുള്ള അടുക്കളയത്തെ സ്ലേവ് ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി. അവിടെ ചോറ് മാത്രമേ ഇട്ട് വയ്ക്കുള്ളൂ. അതുകൊണ്ട് വല്ലാതെ വൃത്തികേടായിട്ടില്ല. പിന്നെ നമ്മുടെ ഗ്യാസ് അടുപ്പും സ്ലാബും ചുമരൊക്കെ ഒന്ന് തുടച്ച് കഴിഞ്ഞിട്ട് ചോറ് ഇങ്ങോട്ട് എടുത്ത് വെക്കേണ്ടി കേട്ടോ. കാരണം ഉറുമ്പിൻ്റെ ശല്യം നല്ല പോലെ ഉണ്ട്. അപ്പോഴേക്കും ഇതാ പാത്രം മൊത്തം വാഷ് ബേസ് മൊത്തം നിറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോന്നായി കഴുകിയെടുത്തു കേട്ടോ. മുകളിൽ ഉള്ള പാത്രങ്ങൾ ആദ്യം കഴുകിയിട്ട് സോപ്പ് വെച്ച് കഴുകി എടുത്തിട്ട് പിന്നെയാണ് അടിയിലൊക്കെ കഴുകിയത്. ലാസ്റ്റത്തെയാണ് നമ്മൾ ചോറ് വയ്ക്കണ ആ ചെമ്പും കൂടി ഒന്ന് കഴുകട്ടെ. അതും കൂടി കഴിഞ്ഞാൽ പാത്രം കഴുകേണ്ട പരിപാടികൾ കഴിഞ്ഞു. പിന്നെ അതാ ഒക്കെ കൂട്ടിയിട്ട് വാഷ് ബേസിൽ നിന്ന് വേസ്റ്റ് എടുത്ത് കൊണ്ടുപോയി കളഞ്ഞിട്ടുണ്ട്. പിന്നെ അതാ വാഷ് ബേസ് ഒന്ന് കഴുകും കൂടി ചെയ്തു കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സോപ്പ് ഇട്ട് വെച്ചിട്ടുള്ള പാത്രം ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് കഴുകിയിട്ടു. എപ്പോഴും പാത്രം കഴുകുമ്പോൾ നമ്മൾ അപ്പം തന്നെ വാഷ് ബേസ് ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല പോലെ വൃത്തിയായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെയൊക്കെ തുടച്ചിട്ടുള്ള ആ തുണിയും കൂടി ഒന്ന് കഴുകിയിട്ടു കേട്ടോ. അപ്പം എനിക്ക് 3 നേരത്തേക്ക് 3 തുണി വേണം. അപ്പം അങ്ങനെ അതൊക്കെ കഴുകി കഴിഞ്ഞപ്പോൾ ഏകദേശം പണി കഴിഞ്ഞപ്പോൾ ഞാൻ പാത്രങ്ങൾ എടുത്ത് വയ്ക്കും കൂടി ചെയ്തു കേട്ടോ. അപ്പോൾ അത്രയും നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായി.